പുതിയൊരു ബുക്ക് സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ട്രിലജിയാണ്. വിഷ്ണു എം സി ഇറ യൂണിവേഴ്സുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. കാന്തമല്ല ചരിതം എന്ന് പറയുന്നതാണ് ബുക്കിന്റെ. ഇതൊരു ട്രിലജി ബുക്കാണ് വരുന്നത്. ഞാൻ ശിവപുരാണം അമേഷിന്റെ ശിവപുരാണം പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു ട്രിലജി ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കണം. എൻ്റെ ഒരു അറിവിൽ വേറെ വന്നിട്ടില്ല. അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പം ട്രിലജി എന്ന് മാത്രം നമുക്ക് അതിൽ ഒതുക്കി തീർക്കാൻ പറ്റില്ല. ഈ ഒരു സ്റ്റോറിയുടെ 3 ബുക്കാണ്. ഒരു നമ്പർ ഓഫ് സീരീസാണ് വരുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറെ കൃതികളും കൂടെ വരുന്നുണ്ട്. മറ്റ് രചയിതാക്കളുടെ മറ്റ് കൃതികൾ വരുന്നുണ്ട് കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ. പക്ഷെ കഥാപാത്രങ്ങളും കഥയും വ്യത്യാസമായിരിക്കും. ഇതിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഇതിലെ ചില സന്ദർഭങ്ങളോ അതിനകത്ത് ആവർത്തിച്ച് വരാമെന്നുള്ളത് ഓൾറെഡി അവർ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഒരു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ പല പല നാടുകളിൽ നടക്കുന്ന സ്റ്റോറി മിങ്കിൾ ചെയ്ത് പറയുകയാണ്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതിനകത്ത് ഞാൻ പറയുന്നത് കാന്തമല്ല ചരിതം എന്ന് പറയുന്ന ഒരു ബുക്ക് സീരീസിന്റെ റിവ്യൂ ആണ്. ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ 3 ബുക്കാണ് വരുന്നത്. കണ്ടിന്യൂഷൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഖിനാഥന്റെ നിധി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്, അതായത് ഒരു കഥയുടെ തുടക്കം ഇവിടെ നിന്നാണ് വരുന്നത്. എങ്ങനെ വരുന്നു, എന്താണ് എന്നുള്ളതിന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് വരുന്നത്. ആക്ച്വലി ഞാൻ 1-2 റിവ്യൂസിന്റെ കണ്ടന്റ് ബേസിലാണ് ഈ ഒരു ബുക്ക് മേടിച്ച് വായിക്കുന്നത്. അപ്പം ഡീറ്റെയിലിംഗ് ആയിട്ട് റിവ്യൂസിൽ ഇല്ലായിരുന്നെങ്കിലും ഞാൻ ഓർത്ത് ഇതൊരു നിധിവേട്ടയാണ്. പഴയ നമ്മൾ പണ്ടത്തെ ഇത് വരുന്ന ബുക്ക് വെച്ച് നിധി അന്വേഷിച്ച് അങ്ങനെയുള്ളൊരു ബുക്ക് കഥയായിരിക്കാം എന്ന് കരുതിയാണ് വായിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമ്മുടെ അയ്യപ്പന്റെ കഥയുമായി ബന്ധപ്പെട്ട് അതിനെ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഫുൾ അയ്യപ്പന്റെ പുരാണമാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് എഴുതാൻ വിഷ്ണു എം സിക്ക് സാധിച്ചിട്ടുണ്ട്. ആക്ച്വലി വളരെ ഒരു നല്ല കൃതിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. കഥാതന്തു ഒരു സ്ഥലത്തു നിന്നും തുടങ്ങി അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പല സ്ഥലങ്ങളിൽ പല സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല കഥകളുമായിട്ട് റിലേറ്റ് ചെയ്ത് ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അഖിനാഥന്റെ നിധി. ഇതില് പറയുന്ന പോലെ ഒരു നിധിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിനെ അന്വേഷിച്ചിറങ്ങുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് അറോലക്കാടിന്റെ രഹസ്യം എന്ന് പറയുന്നതാണ്. ആ നിധി അന്വേഷിച്ചിറങ്ങുന്ന ആ നിധി അല്ലെങ്കിൽ ഈ പറയുന്ന നിധി ഇരിക്കുന്ന ഫോറസ്റ്റിനെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അതിന്റെ മിസ്റ്ററീസിനെ കുറിച്ചുള്ള റിവീലിംഗ് ആണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. തേർഡ് വൺ വരുന്നത് യുദ്ധകാന്ഡം. ഇതിലാണ് ആക്ച്വലി നമുക്ക് ആ സ്റ്റോറിയുടെ പാസ്റ്റ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാവുന്നത്. കുറച്ചും കൂടെ ഈ ഒരു ടൈം ട്രാവലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതലും ഇൻവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനൊരു തീമിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ബുക്ക് സീരീസ് ആയിരിക്കാം ഇത്. ഇതുപോലെ ഈ സെയിം ഒരു വ്യത്യസ്തമായ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ട് തീരുന്ന ആ ഒരു ഫീല് കിട്ടും. ഇതേ ഒരു സെയിം ഫീലിൽ ഞാൻ വായിച്ചിട്ടുള്ളത് നമ്മുടെ ധർമ്മജന്റെ മെർക്കുറി ഐലൻഡ് ആയിരുന്നു. അതും ആ ഒരു ഫീൽ എനിക്ക് ഇതിനകത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വളരെ നല്ലൊരു വായനാനുഭവം തരുന്ന പുസ്തകം തന്നെയാണ് ഈ ട്രിലജി എന്ന് പറയുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ ബാലൻസ്, ഇതിലെ കഥാപാത്രങ്ങളെല്ലാം വന്നു പോകുന്ന അടുത്തൊരു സീരീസ് വരുന്നുണ്ട്. അത് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒത്തിരി റൈറ്റേഴ്സ് ഒരുമിച്ച് ചേർന്ന് എഴുതുന്നതാണ്. അടുത്ത് വരുന്നത് ജഹന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലാവാം നമുക്ക്.